ഗുഡ് ഈവനിങ്. ഇവിടെ ഞാൻ ഓഡിബിൾ അല്ലേ? ടീം ചെയ്യാന്നല്ല അല്ലേ? ഫുൾ ടൈം കളിയാണ്ട് നമുക്ക് കുറെ ടൈം ഉണ്ടാവില്ല, ലൈക്ക് നൈറ്റ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. നമ്മൾ എസെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. നമുക്കിനി ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് IAS 37 പ്രൊവിഷൻ. IAS 37 പ്രൊവിഷൻ. അപ്പൊ എന്താണ് ഈ പ്രൊവിഷൻ? നമ്മൾ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് പ്രൂഡൻസ് കൺസെപ്റ്റ് പ്രകാരമാണ്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ, അത് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണെങ്കിൽ ആ എക്സ്പെൻസുകൾ നമ്മൾ ഇന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ആ എക്സ്പെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ. എന്നാൽ ഇതേ രീതി നമ്മൾ എസറ്റിന് മുകളിൽ കാണിക്കാറില്ല. എസറ്റ് നമ്മൾ മുൻകൂട്ടി കാണിക്കാറില്ല. എസറ്റ് നമ്മൾ അത് ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. സോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ, അത് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണെങ്കിൽ ആ എക്സ്പെൻസുകൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ. അപ്പൊ പ്രൊവിഷൻ എന്താണ്, അതെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് IAS 37. അപ്പൊ എന്താണ് ഈ പ്രൊവിഷൻ? പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ആൻഡ് എമൗണ്ട്. ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ക്രൈറ്റീരിയാസ്. ഈ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു എക്സ്പെൻസുകളുടെ മുകളിൽ ഇന്ന് തന്നെ പ്രൊവിഷൻ കാണിക്കൂ. എന്താണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ? ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ആ പ്രസന്റ് ഒബ്ലിഗേഷൻ ഒന്നിക്കൽ ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ആയാലും മതി. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? നമുക്ക് എമൗണ്ട് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. എമൗണ്ട് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യുക അക്കൗണ്ടന്റ് അയാളുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്റ് എടുക്കണം എന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. നമ്പർ ഓഫ് ഔട്ട്കംസ് വളരെ ലാർജ് ആണെങ്കിൽ നമ്മൾ ബെസ്റ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്രോച്ച് ആണ് എക്സ്പെക്ടഡ് വാല്യൂ അപ്രോച്ച്. അതാണ് നമ്മൾ നമ്മുടെ വാറന്റിയുടെ കേസിലൊക്കെ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ഔട്ട്ഫ്ലോ പ്രോബബിൾ ആയിരിക്കണം എന്നുള്ളത്. ഈ ഔട്ട്ഫ്ലോ പ്രോബബിൾ ആണ് എന്ന് ഉള്ള കാര്യം നമ്മൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നത് മോർ ലൈക്ലി ദാൻ നോട്ട് ആകുമ്പോഴാണ് ഔട്ട്ഫ്ലോ എന്താവുക, പ്രോബബിൾ ആവുക. ആൻഡ് നോർമലി ഔട്ട്ഫ്ലോ പ്രോബബിൾ ആവല് മോർ ദാൻ 50% ചാൻസ് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഈ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് പ്രൊവിഷനെ കുറിച്ചിട്ട് കുറച്ച് അഡീഷണൽ പോയിന്റ്സ്. പ്രൊവിഷന്റെ ഫിഗർ നമ്മൾ എല്ലാ വർഷം ഇയർ എൻഡിലും റിവ്യൂ ചെയ്യണം. അഥവാ ഫിഗേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ആ മാറ്റങ്ങൾ കാണിക്കണം. അതായത് ഇതൊരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്, പ്രോസ്പെക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. ഇനി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പ്രൊവിഷൻ എന്ത് ചെയ്യേണ്ടതാണ്? ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി മെറ്റീരിയൽ ആണെങ്കിൽ, ഈ പ്രൊവിഷൻ ഒരു വർഷമോ അതിൽ കൂടുതലോ കഴിഞ്ഞിട്ട് വരുന്ന പ്രൊവിഷൻ ആണെങ്കിൽ, ടൈം വാല്യൂ ഓഫ് മണി മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് പ്രസന്റ് വാല്യൂലാണ്. അങ്ങനെ പ്രസന്റ് വാല്യൂല് കാണിച്ചൊരു പ്രൊവിഷൻ ഇയർ എൻഡ് ആകുമ്പോഴേക്ക് നമ്മൾ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ചെയ്യും, അഥവാ നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് ചാർജ് ചെയ്യും. ഇതൊക്കെയാണ് പ്രൊവിഷനിൽ വരുന്ന സംഭവങ്ങൾ. അപ്പൊ പ്രൊവിഷന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ലീഗൽ കോസ്റ്റ് ആൻഡ് ക്ലെയിംസ്. ലീഗൽ കോസ്റ്റിന്റെ മുകളിൽ നമ്മൾ എപ്പോഴും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ലീഗൽ ക്ലെയിമിന്റെ മുകളിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക ആ കേസ് തോക്കാനുള്ള ചാൻസ് പ്രോബബിൾ ആണെങ്കിലാണ്, ഹൈ ആണെങ്കിലാണ്. ഡീകമ്മീഷനിങ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ കാണണം. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ എസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യണം. അതിന് നമ്മൾ പ്രൊവിഷന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടും കാണിക്കണം. ആൻഡ് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് നമ്മൾ എസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ആൻഡ് പ്രസന്റ് വാല്യൂല് കണ്ടുപിടിച്ച പ്രൊവിഷൻ ഇയർ എൻഡ് ആകുമ്പോഴേക്ക് നമ്മൾ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഫൈനാൻസ് കോസ്റ്റ് SOPL കാണിക്കണം. വാറന്റിയുടെ മുകളിൽ നമ്മൾ പ്രൊവിഷൻ എപ്പോഴും കാണിക്കും.
ആൻഡ് വാറണ്ടിയുടെ പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിക്കൽ എക്സ്പെക്ടഡ് വാല്യൂ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ്. റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാൻ നമ്മൾ അനൗൺസ് ചെയ്യണം. അത് മാത്രമല്ല, റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന ഡയറക്റ്റ് കോസ്റ്റ് എന്താണോ അതിന്റെ മുകളിൽ മാത്രമേ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിന്റെ മുകളിൽ പ്രൊവിഷൻ കാണിക്കാൻ പറ്റില്ല. ഓണറസ് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ലോസ് മേക്കിംഗ് കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്ടിന്റെ ഈ ഒരു പ്രൊവിഷന്റെ എമൗണ്ട് വിൽ ബി ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് ഫുൾഫില്ലിംഗ് ദി കോൺട്രാക്ട് ഓർ ദി കോസ്റ്റ് ഓഫ് പേയിങ് എനി പെനാൽറ്റീസ്. സെൽഫ് ഇൻഷുറൻസ് വന്നാൽ അവിടെ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. കണ്ടിജന്റ് ലയബിലിറ്റി, പോസിബിൾ ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിജന്റ് ലയബിലിറ്റി നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യാറില്ല, ഇൻസ്റ്റഡ് അത് ഡിസ്ക്ലോസ് ആണ് ചെയ്യുക. കണ്ടിജന്റ് അസറ്റുകൾ പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ അസറ്റ്സിനെയാണ് നമ്മൾ കണ്ടിജന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടിജന്റ് അസറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല, ഇൻസ്റ്റഡ് ഡിസ്ക്ലോസ് ആണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വരാനുള്ള ചാൻസ് കുറവാണെങ്കിൽ ഔട്ട്ഫ്ലോ ഡു നത്തിങ്, ഇൻഫ്ലോ ഡു നത്തിങ്. പോസിബിൾ ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആണെങ്കിൽ അത് കണ്ടിജന്റ് ലയബിലിറ്റി ആണ്, ഇൻഫ്ലോ ആണെങ്കിൽ ഡു നത്തിങ്. പ്രോബബിൾ ആണെങ്കിൽ പ്രൊവിഷൻ ആണ്, പ്രൊവിഷൻ നമ്മൾ SOFPയിൽ റെക്കഗ്നൈസ് ചെയ്യും. ഇവിടെ കണ്ടിജന്റ് അസറ്റ് ആണ്, നമ്മളത് ഡിസ്ക്ലോസ് ആണ് ചെയ്യും. സെർട്ടൈൻ ആണെങ്കിൽ പ്രൊവിഷൻ നമ്മൾ SOFPയിലെ ലയബിലിറ്റി ആയിട്ട് കാണിക്കും, അസറ്റ് നമ്മൾ SOFPയിൽ റെക്കഗ്നൈസ് ചെയ്യും. സോ ദാറ്റ് ഈസ് അബൌട്ട് എന്ത് IAS 37 അല്ലെ. IAS 37ന്റെ എന്തെങ്കിലും ചോദ്യങ്ങൾ എക്സാമിനർ റിപ്പോർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഐ ഗസ് ദർ ഈസ് നോ എക്സാമിനർ റിപ്പോർട്ട് ക്വസ്റ്റ്യൻ. വളരെ ഓൾഡ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, പ്രൊവിഷനൊക്കെ ക്ലിയർ ആയിരിക്കൂല അല്ലെ, വല്ല ബുദ്ധിമുട്ടില്ലാതെ ഓക്കെ ആയിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് IFRS 9 ജസ്റ്റ് ഒന്ന് പോകും. IFRS 9 IFRS 9 ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്താൽ, അല്ലെങ്കിൽ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്താൽ, അല്ലെങ്കിൽ ലോൺ നോട്ട് പെർച്ചേസ് ചെയ്താൽ, അല്ലെങ്കിൽ ഷെയർ പെർച്ചേസ് ചെയ്താൽ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്ട് പ്രകാരം ഒരു പാർട്ടിക്ക് ഫൈനാൻഷ്യൽ അസറ്റ് വരും, ഒരു പാർട്ടിക്ക് ഫൈനാൻഷ്യൽ അസറ്റ് വരും, മറ്റേ പാർട്ടിക്ക് ഫൈനാൻഷ്യൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് വരുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫൈനാൻഷ്യൽ അസറ്റ്? ക്യാഷ് ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അനദർ എൻറ്റിറ്റി ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. ഒരു കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഉണ്ടെങ്കിൽ അതും ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ റിസീവബിൾസ്, നമ്മൾ ലോൺ നോട്ട് പെർച്ചേസ് ചെയ്യുക, അതൊക്കെ. ഇനി ഒരു കോൺട്രാക്ച്വൽ റൈറ്റ് ടു എക്സ്ചേഞ്ച് ഫൈനാൻഷ്യൽ അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് വിത്ത് അനദർ എൻറ്റിറ്റീസ് അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അത് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ആണ്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സും ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് ഫേവറബിൾ ആയിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് ഫൈനാൻഷ്യൽ അസറ്റ് ആവുക. അത് ലോസ് മേക്കിംഗ് ആണെങ്കിൽ അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. അപ്പൊ എന്താണ് ഈ ഫൈനാൻഷ്യൽ ലയബിലിറ്റി? ഒരു കോൺട്രാക്ട് പ്രകാരം നമുക്ക് ക്യാഷ് ഡെലിവർ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ പേബിൾസ് ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. നമ്മളൊരു ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. നമ്മളൊരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. ഫൈനാൻഷ്യൽ ലയബിലിറ്റിയുടെ
അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ ലയബിലിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന, ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലയബിലിറ്റീസ്, അഥവാ അതിന്റെ എക്സാമ്പിൾ ആണ് ഡെറിവേറ്റീവ്സ്. ഇതിന് നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യൽ ഫെയർ വാല്യൂലാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് എക്സ്പെൻസ് ചെയ്യും. ഇയർ എൻഡിൽ മെഷർ ചെയ്യൽ ഫെയർ വാല്യൂലാണ്, ഗെയിൻ ഓർ ലോസ് വന്നാൽ SOPL കാണിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ ഫെയർ വാല്യൂ ത്രൂ P&L മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തേതാണ് ബോറോയിങ്സ് ഓർ ലോൺ നോട്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ മെച്യൂരിറ്റി പീരീഡ് വരെ ഹോൾഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യൽ ഫെയർ വാല്യൂലാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ ഫെയർ വാല്യൂവിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ഇയർ എൻഡ് മെഷർമെന്റ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡിലാണ്, യൂസിങ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. അതിനിടയ്ക്ക് നമുക്ക് കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് വരും. ഈ കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ എക്സാമ്പിൾ ആണ് കൺവെർട്ടിബിൾ ലോൺ നോട്ട്. അതിന് ഇക്വിറ്റിയുടെ ഫീച്ചറും ഉണ്ട്, ലയബിലിറ്റിയുടെ ഫീച്ചറും ഉണ്ട്. കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് വന്നാൽ നമ്മൾ ആദ്യം ലയബിലിറ്റിനെയാണ് ഇനീഷ്യലി മെഷർ ചെയ്യുക. ആ ഒരു ലോൺ നോട്ട് ഇഷ്യൂ ചെയ്തത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിനെ ഒരു സാധാ സിമിലർ കൺവേർട്ടബിൾ റൈറ്റ്സ് ഇല്ലാത്ത ലോൺ നോട്ടിന്റെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ നമ്മൾ ഇക്വിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കാണും. അത് നോമിനൽ വാല്യൂവിൽ നിന്ന് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്താൽ നമുക്ക് ഇക്വിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ്. രണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് ബാലൻസ് കാണണം. ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കല് ACM മോഡലിലാണ്. ഇക്വിറ്റിനെ നമ്മൾ റീമെഷർ ചെയ്യാറില്ല. എന്നാൽ ഇതിന്റെ റിഡംഷൻ ഡേറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ ഡേറ്റ് ആവുന്ന സമയത്ത് ആ ഹോൾഡേഴ്സ് അഥവാ ഈ പറയുന്ന ലോൺ നോട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലയബിലിറ്റിയും ക്യാൻസൽ ചെയ്യും, ഇക്വിറ്റിയും ക്യാൻസൽ ചെയ്യും. അതിന് പകരം നമ്മൾ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും കാണിക്കും. പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിക്കാനുണ്ട്. നമ്മുടെ കമ്പനി വേറൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്. ഇത് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇതിനെ മെഷർ ചെയ്യൽ ഫെയർ വാല്യൂ ത്രൂ P&L ആണ്. ഇനീഷ്യൽ മെഷർമെന്റ് ഫെയർ വാല്യൂവിലാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ചെയ്യും. ഇയർ എൻഡ് മെഷർമെന്റ് ഫെയർ വാല്യൂവിലാണ്, ഗെയിൻ ഓർ ലോസ് നമ്മൾ SOPL കാണിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ ഫെയർ വാല്യൂ ത്രൂ P&L മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഫെയർ വാല്യൂ ത്രൂ OCI മെത്തേഡ് ആണ്. ഇതൊരു ഇറവക്കബിൾ ചോയ്സ് ആണ്, വിച്ച് മീൻസ് വൺസ് നമ്മൾ ഈ ഒരു അസറ്റിനെ ഫെയർ വാല്യൂ ത്രൂ OCI മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു പോക്കില്ല, നമുക്കതിനെ ഫെയർ വാല്യൂ ത്രൂ P&L കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യൽ ഫെയർ വാല്യൂലാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ആണ് ചെയ്യുക. ഇയർ മെഷർമെന്റ് ഫെയർ വാല്യൂലാണ്, ഗെയിൻ ഓർ ലോസ് നമ്മൾ OCI കാണിച്ചിട്ട് OCE അതർ കോമ്പണൻസ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ അതർ റിസർവ് എന്ന് പറയുന്ന റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെയുള്ളത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മുടെ കമ്പനി വേറൊരു കമ്പനിയുടെ ലോൺ നോട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മോഡൽസ് ഉണ്ട്. ഒന്നിക്കിൽ ACM മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ P&L മെഷർ ചെയ്യും. ഇതിൽ ഏത് മോഡൽ വേണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കല് 2 ടെസ്റ്റ് നടത്തിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ആണ് ബിസിനസ് മോഡൽ ടെസ്റ്റ്. നമ്മൾ ഈ ഒരു ലോൺ നോട്ട് എന്തുദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിച്ചത്? അത് ഹോൾഡ് ചെയ്യാനാണോ അതോ സെല് ചെയ്യാനാണോ? ആ ഒരു ഇന്റൻഷൻ, ആ ഒരു ബിസിനസ് മോഡൽ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് മോഡൽ ടെസ്റ്റ്. പിന്നുള്ളതാണ് കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റ്. ഈ ഒരു ലോൺ നോട്ട് നമുക്ക് ക്യാഷ് ഫ്ലോസ് ആയിട്ട് ഈ ഒരു ലോൺ നോട്ട് നമുക്ക് റിട്ടേൺസ് ആയിട്ട് വെറും ക്യാഷ് ഫ്ലോസ് മാത്രമാണോ തരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ് കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റ്. അപ്പൊ ഈ 2 ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് മോഡലാണ് വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കും. നമ്മുടെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഈ ഒരു ലോൺ നോട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ക്യാഷ് ഫ്ലോസ് മാത്രമാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡലാണ് ACM, അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ. നമ്മുടെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്യുക. എന്നാൽ ഇതിനേക്കാൾ ബെറ്റർ റിട്ടേൺസ് തരുന്ന മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് കാണുവാണെങ്കിൽ
ഇത് വിറ്റിട്ട് അത് വാങ്ങുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്ക് റിട്ടേൺസ് ആയിട്ട് വെറും ക്യാഷ് ഫ്ലോസ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡലാണ് ഫെയർ വാല്യൂ ത്രൂ OCI മോഡൽ. ഇനി ഈ രണ്ട് മോഡലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് മോഡൽ അപ്ലൈ ചെയ്യുക? ഫെയർ വാല്യൂ ത്രൂ P&L മോഡൽ അപ്ലൈ ചെയ്യും. ആൻഡ് FRൽ നമുക്ക് ഇതിന്റെ മെഷർമെന്റ് നോക്കുമ്പോൾ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡലിലെ മെഷർമെന്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ ഇനീഷ്യലി ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിനെ മെഷർ ചെയ്യൽ ഫെയർ വാല്യൂലാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഇയർ ഇൻ മെഷർമെന്റ് നമ്മൾ ചെയ്യൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡിലാണ് യൂസിങ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫൈനാൻഷ്യൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് എന്നല്ല പറയാ, ഫൈനാൻസ് ഇൻകം എന്നാണ് പറയാം. അത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ. I'll give you 3 minutes. നമ്മൾ ഈ ചോദ്യം നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യട്ടെ ഒന്ന്. എന്താണ് റിക്വയർമെന്റ്? ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കലാണ് റിക്വയർമെന്റ്. 31 December 2008
SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിൻ ഓർ ലോസ് ഓൺ സെയിൽ. അപ്പൊ 1 ഫെബ്രുവരി 2007 കഹാമ എന്ന് പറയുന്ന കമ്പനി കുറച്ച് ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷെയർസ് പർച്ചേസ് ചെയ്തത് എത്ര പൈസ കൊടുത്തിട്ടാണ്? 7.2 മില്യൺ കൊടുത്തിട്ടാണ്. നമുക്കറിയാം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ മെഷർ ചെയ്യല് ഫെയർ വാല്യൂലാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നാൽ നമ്മളത് ഒന്നിക്കൽ എക്സ്പെൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യലാണ്. ഇവിടെ ഇവർ ഇറവക്കബിൾ ഇലക്ഷൻ നടത്തി ഫെയർ വാല്യൂ ത്രൂ OCI മോഡലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യേണ്ടതാണ്? ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് P&L പോലെ. ആൻഡ് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് ഇതിന്റെ ഫെയർ വാല്യൂ എത്രയായിട്ടുണ്ട്? 8.4 ആയിട്ടുണ്ട്. ഇയർ എൻഡ് ആകുമ്പോഴേക്ക് ഇതിന്റെ ഫെയർ വാല്യൂ എത്രയായിട്ടുണ്ട്? 8.4 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം വന്നിട്ടുള്ള ഫെയർ വാല്യൂ ഗെയിൻ എത്രയാണ്? 0.4 ആണ്. ഇത് നമ്മൾ ഇവിടെ കാണിക്കണം, OCI കാണിക്കണം. നമ്മൾ OCI കാണിക്കുക. എന്നാല് ഈ വർഷം ഇയർ എൻഡ് ആകുമ്പോൾ, അതായത് 31st ശ്രദ്ധിക്കണേ, December 2008 ആകുമ്പോൾ, 31st December 2008 ആകുമ്പോൾ ഈ വർഷം ഇയർ ഉണ്ട് അല്ലെ? ആകുമ്പോ ഡിസംബർ ആയിട്ട് ഇയർ ഒന്ന് നോക്കട്ടെ. 1 ഫെബ്രുവരി 2007, 31st. ഇത് കഴിഞ്ഞ വർഷം. ഇത് കഴിഞ്ഞ വർഷമല്ലേടാ? ഇത് കഴിഞ്ഞ വർഷമല്ല ആവുക, കഴിഞ്ഞ വർഷം. ആൻഡ് ഈ വർഷം 31st March 2008 ആകുമ്പോൾ ഇത് വിറ്റ്. ഇത് എത്രക്ക് വിറ്റ്? 8.9 വിറ്റ്. അപ്പൊ 8.4 അസറ്റ് എത്രക്ക് വിറ്റ്? 8.9 വിറ്റ്. അങ്ങനെയാണെങ്കിൽ 0.5 എന്ത് വന്നിട്ടുണ്ട്? ഗെയിൻ ഓൺ സെയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഈ വർഷത്തെ SOPയിൽ കാണിക്കുക. ഈ വർഷത്തെ കാര്യമാണ് ചോദിച്ചത്, അപ്പൊ അത് 0.5 ആണ്. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? ആദ്യക്ക് എന്തുകൊണ്ട് തെറ്റിയെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ആദ്യം കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് കൊടുത്ത്, അത് കഴിഞ്ഞ വർഷത്തതാണ്, ഈ വർഷത്തതാണ് ചോദിച്ചത്, ഈ വർഷത്തത് മാത്രം കാണിച്ചാൽ മതി. ക്ലിയർ അല്ലത്? ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് പറയണം, എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരെയും കാത്തിക്കണ്ട. ഓക്കെ, ഈ ചോദ്യം പെട്ടെന്ന് 3 minutes. എടാ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതില്ലടാ. നിങ്ങൾ ചെയ്തിട്ട് ആ ഉത്തരം കണ്ടുപിടിച്ച് ഒന്നൊക്കെ ശരിയാക്കി അല്ലെങ്കിൽ തെറ്റാക്കിയാൽ മാത്രമേ, അങ്ങനെ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഞാൻ തന്നെ ഒരു ചോദ്യം ചെയ്ത് ഞാൻ തന്നെ അതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ആ ചോദ്യം പഠിക്കുന്നല്ലാണ്ട് നിങ്ങൾ ആ ചോദ്യം പഠിക്കാൻ പോകുന്നില്ല. ഫിഗർ ടു ദി നിയറസ്റ്റ് തൗസൻഡ്സ് ആണ്. അപ്പൊ 3 zeros ഇഗ്നോർ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി.
ഒരു പക്ക സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യമാണ്. ഫിഗേഴ്സ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഇനീഷ്യൽ മെഷർമെന്റ് എന്തിലാണ്? ഫെയർ വാല്യൂലാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. അതായത് 1 മാർച്ച് 2005 ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളെടുത്ത് കാണാൻ പറഞ്ഞത് 28th February 2007 ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പൊ എത്ര വർഷം പിടിച്ചിട്ടുണ്ട്? 2 years അല്ലെ? 2 വർഷം. 2 വർഷം കഴിഞ്ഞാലുള്ള ബാലൻസ് ആണ് നമ്മളെടുത്ത് കാണാൻ പറഞ്ഞത്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യുന്നത് എന്തിലാടാ? ഇനീഷ്യലി എന്തിലാ മെഷർ ചെയ്യല്? ഫെയർ വാല്യൂലാണ്. ആൻഡ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ നോമിനൽ വാല്യൂയിൽ നിന്ന് നമ്മൾ ആ ഡിസ്കൗണ്ട് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഫെയർ വാല്യൂ കിട്ടുക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചെയ്തിട്ടുണ്ടാ? ഓക്കെ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ഇല്ല അല്ലേ? ഇയർ മെഷർമെന്റ് എങ്ങനെയാ ചെയ്യല്? ACM മോഡലിലാണ്. ടേബിൾ 2 പ്രാവശ്യം വരക്കണം. ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ എഫക്റ്റീവ് റേറ്റ് ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് റിസീവ്ഡ് മൈനസ് ചെയ്യുക, അപ്പൊ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ടു ഇയേഴ്സിലേക്ക് വരക്കണം. ടേബിൾ 2 ഇയേഴ്സിലേക്ക് വരക്കണം. ഫസ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് 3102 ആണ്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 10% ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക നോമിനൽ വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ് ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് സെക്കൻഡ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് ആവുക. ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 10%. ഇൻട്രസ്റ്റ് റിസീവ്ഡിൽ വ്യത്യാസമില്ല, സെയിം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇത് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3239. കിട്ടിയിട്ടുണ്ടത്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹാദിക്ക് എവിടെയാ തെറ്റുപറ്റിയെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ട് അറിയുന്ന ഉത്തരങ്ങൾ തെറ്റിക്കാതിരിക്കുക. ഇൻട്രസ്റ്റ് റിവൈസ് ഒന്നും ആവത്തില്ല. റിവൈസ് ആവാൻ എന്താ ഉദ്ദേശിച്ചത് ഹസനെ? ചേഞ്ച് ആവുന്നതാണ്. ഏതടാ ഇൻട്രസ്റ്റ്? ഇതാ, ഇത് നോമിനൽ വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ്. ഇൻട്രസ്റ്റ്, ക്യാഷ് ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കൽ നോമിനൽ വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ് ആണ്. നോമിനൽ വാല്യൂ 3500 ആണ്, കൂപ്പൺ റേറ്റ് 7% ആണ്. ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? നമുക്കിനി അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് നേരെ ലീസിലേക്ക് പോകും. ലീസ്, കാരണം ഈ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ഏകദേശം ചെറിയൊരു എന്താണ് ഒരു കണക്ഷൻ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ലീസ്. അപ്പൊ എന്താണ് ലീസ്? ലീസ് ഒരു കോൺട്രാക്ട് ആണ് ബൈ ലെസർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്. അയാളും ലെസി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയും തമ്മിലുള്ള കോൺട്രാക്ടിനെ വിളിക്കുന്ന പേരാണ് ലീസ്. സോ ലീസ് ഒരു എഗ്രിമെന്റ് ആണ് ബൈ ലെസർ ഹു ഈസ് ദി ഓണർ ഓഫ് ദി എസെറ്റ്. അയാളുടെ കയ്യിലുള്ള എസെറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കൈമാറുകയാണ്? ലെസിക്ക് കൈമാറുകയാണ്. ആൻഡ് ലെസി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ എസെറ്റ് ലീസിന് എടുക്കുന്ന ആളെയാണ് നമ്മൾ ലെസി എന്ന് പറയുന്നത്. ഇൻ റിട്ടേൺ ലെസി ലെസർക്ക് ആനുവൽ ലീസ് റെന്റൽസ് പേ ചെയ്യണം. ആൻഡ് ദോസ് റെന്റൽസ് വിൽ ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് എലിമെന്റ്.
സോ നമ്മളൊരു അസറ്റ് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ലീസ് ആവണം എന്നില്ല. സോ ഒരു കോൺട്രാക്ട് ലീസ് ആണോ, അസറ്റ് വാടകയ്ക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ട് ലീസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഒരു കോൺട്രാക്ട് ലീസ് ആവല് ആ ഒരു അസറ്റിന്റെ റൈറ്റ് ടു കൺട്രോൾ ദി യൂസ് ഓഫ് ആൻ ഐഡന്റിഫൈഡ് അസറ്റ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ, റൈറ്റ് ടു കൺട്രോൾ ദി യൂസ് ഓഫ് ആൻ ഐഡന്റിഫൈഡ് അസറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ ഒരു കോൺട്രാക്ട് എന്താവുള്ളൂ, ലീസ് ആവും. ആൻഡ് റൈറ്റ് ടു കൺട്രോൾ ദി യൂസ് ഓഫ് ആൻ ഐഡന്റിഫൈഡ് അസറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ ലെസ്സിക്ക് കിട്ടണം. ഒന്ന്, ആ അസറ്റിന്റെ യൂസേജ് എങ്ങനെ വേണമെന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള റൈറ്റ് വേണം. രണ്ട്, ആ അസറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന എക്കണോമിക് ബെനിഫിറ്റ്സിന്റെ മുകളിൽ റൈറ്റ് വേണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ആ ഒരു കോൺട്രാക്ട് ലീസ് ആണെന്ന് പറയാം. ആൻഡ് ചില സമയത്ത് കോൺട്രാക്റ്റില് ലെസ്സിക്ക് അസറ്റിന്റെ യൂസേജിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായേക്കാം. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായാലും ആ കോൺട്രാക്ട് ലീസ് തന്നെയാണ്. ഇനി ചില സമയത്ത് അസറ്റിന്റെ മുകളിൽ ലെസർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ട് ആൻഡ് ലെസർ ആ ഒരു റൈറ്റ്സ് എക്സസൈസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ ആ കോൺട്രാക്ട് ലീസ് അല്ല. തിയറിറ്റിക്കലി ചിലപ്പോൾ ചോദിക്കാം. ആൻഡ് FRല് നമുക്ക് ലെസ്സറുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രമേ പഠിക്കാനുള്ളൂ, ലെസ്സിയുടെ ട്രീറ്റ്മെന്റ് പഠിക്കാനില്ല. സോറി, ലെസ്സിയുടെ ട്രീറ്റ്മെന്റ് മാത്രമേ, മാറിപ്പോയല്ലേ, ലെസ്സിയുടെ ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ലെസ്സറുടെ ട്രീറ്റ്മെന്റ്. അപ്പോ ലെസ്സിയുടെ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, ലെസ്സി ഒരു അസറ്റ് ലീസിന് എടുത്തു കഴിഞ്ഞാൽ ലെസ്സി രണ്ട് കാര്യങ്ങളാണ് റെക്കഗ്നൈസ് ചെയ്യുക. ഒരു ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യും, ഒരു റൈറ്റ് ഓഫ് യൂസ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യും. അതിൽ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്ട് പ്രകാരം നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കാൻ ബാക്കി വരുന്ന പേ ചെയ്യാത്ത ലീസ് റെന്റൽസിന്റെ പ്രസന്റ് വാല്യൂ ആണ് ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ്. ആൻഡ് റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ലീസ് ലയബിലിറ്റിയുടെ കൂടെ ഓൾറെഡി പേ ചെയ്ത ലീസ് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും, ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യും, ഇൻസെന്റീവ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെയും ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിച്ചു. ഇനി ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കല് ACM മോഡലിലാണ്. റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് മോഡലാണ് യൂസ് ചെയ്യുക. നോർമലി നമ്മൾ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യല് ലോവർ ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓർ ലീസ് ടേമിലാണ്. ഇനി അസറ്റിന്റെ ലീസ് ടേം, ആ ഒരു ലീസ് ടേം കഴിഞ്ഞതിന് ശേഷം അസറ്റിന്റെ ഓണർഷിപ്പ് ലെസ്സിയുടെ കയ്യിൽ നിന്ന്, ലെസ്സറുടെ കയ്യിൽ നിന്ന് ലെസ്സിയുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് യൂസ്ഫുൾ ലൈഫിലേക്കാണ്. പിന്നെയുള്ളതാണ് ഷോർട്ട് ലൈഫ് ആൻഡ് ലോ വാല്യൂ അസറ്റ്. നമ്മൾ ലീസിന് എടുത്തത് ഒരു ലോ വാല്യൂ അസറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ലീസിന് 12 മാസമോ അതിൽ കുറഞ്ഞ പീരീഡിലേക്കോ ആണോ ലീസിന് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു സിംപ്ലിഫൈഡ് ട്രീറ്റ്മെന്റ് അലൗഡ് ആണ്. നമ്മൾ എത്രയാണോ റെന്റൽസ് കൊടുക്കുന്നത് ആ റെന്റൽസിനെ SOPയിൽ എന്തായിട്ട് കാണിക്കും, എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. പിന്നെ സെയിൽ ആൻഡ് ലീസ് ബാക്ക്. നമ്മുടെ കയ്യിലുള്ള അസറ്റ് നമ്മൾ ബാങ്ക് പോലെയുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സെല് ചെയ്തിട്ട് സൈമുൾട്ടേനിയസ്ലി അത് നമ്മൾ തിരികെ ലീസിന് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആസ് പെർ IFRS 15 അത് സെയിൽ ആണോ ഇല്ലേ എന്നുള്ളതാണ്. ആസ് പെർ IFRS 15 അത് സെയിൽ അല്ല എങ്കിൽ, അത് സെയിൽ അല്ല എങ്കിൽ നമുക്ക് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തായിട്ട് കാണിക്കണം, ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം, അഥവാ ലോൺ ആയിട്ട് കാണിക്കണം. ഇനി അത് സെയിൽ ആണെങ്കിൽ നമുക്കൊരു ഗെയിൻ ഓർ ലോസ് റെക്കഗ്നൈസ് ചെയ്യാം. എന്നാൽ ഫുൾ ഗെയിൻ ഓർ ലോസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എത്ര പെർസെന്റേജ് ഓഫ് ദി അസറ്റ് ആണോ സെല്ല് ചെയ്തത് അത്രത്തോളം ശതമാനം ഗെയിന് മാത്രമേ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് കാണിക്കും. റൈറ്റ് ഓഫ് യൂസ് അസറ്റ് നമ്മൾ കണ്ടുപിടിക്കല് ക്യാരിയിങ് വാല്യൂ ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് റൈറ്റ്സ് റീറ്റെയിൻ അതിന്റെ മുകളിലാണ്. ലീസ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കല് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സിലാണ്. അപ്പൊ ഇതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ ട്രീറ്റ്മെന്റ്. നമുക്ക്
ഇതിന്റെ ഒരു ചോദ്യം ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ ചെയ്ത ചോദ്യമാണോ? കോസ്വേ ചെയ്ത ചോദ്യമാണോ? കോസ്വേ അല്ല, പെട്ടെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എടാ ഈ 3 മിനിറ്റ്സ് തന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി വേണോ, അതോ ഞാൻ നേരെ ഞാൻ ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? തരാല്ലേ? ഫസ്റ്റ് ഒന്ന് ട്രൈ ആക്കുന്നത് നല്ലതാണ്. ഓക്കെ, 3 മിനിറ്റ്സ് ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എക്സാമിൽ നിങ്ങൾക്ക് മാക്സിമം 5 മിനിറ്റ്സ് കിട്ടുക. ഞാനിവിടെ മാക്സിമം തരുന്നില്ല, ഒരു ആവറേജാ തരുന്നത്. ഓണാക്കാൻ മറന്നു. കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ടു ദി നിയറസ്റ്റ് ഡോളർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻസർ തൗസൻഡ്സിൽ കൊടുക്കരുത്, ആൻസർ ഫുൾ ഫിഗറിൽ കൊടുക്കണം. അപ്പൊ 1st January 2000, ഓക്കെ, എന്താണ് റിക്വയർമെന്റ്? 31st December 2007 SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഫൈനാൻസ് കോസ്റ്റ്? അതാണ് റിക്വയർമെന്റ്. അപ്പൊ ഇവർ അസറ്റ് ലീസിന് എടുക്കുന്നത് എപ്പോഴാണ്? 1st January 2006. ഇയർ എൻഡ് 31st December 2007 ആണ്. അങ്ങനെയാണെങ്കിൽ അസറ്റ് ലീസിന് എടുത്തിട്ട് 2 വർഷമായിട്ടുണ്ട്. നമ്മൾ ACM ടേബിൾ 2 വർഷത്തേക്ക് വരക്കണം. അരിയേഴ്സ് ആണെങ്കിൽ അരിയേഴ്സിന്റെ ടേബിൾ ഉണ്ട്, അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസിന് വേറെ ടേബിൾ ഉണ്ട്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലീസ് ടേം 7 ഇയേഴ്സ് ആണ്.
1st January 2006 ഒരു ഇനീഷ്യൽ പേയ്മെന്റ് 6 million കൊടുത്തിട്ടുണ്ട്. ഒരു അഡ്വാൻസ് പേയ്മെന്റ് വന്നിട്ടുണ്ട് 6 million. ആനുവൽ ലീസ് റെന്റൽസ് പിന്നെ പോകുന്നത് അത് 12 million ആണ്. അത് അരിയേഴ്സ് ആണ് അല്ലെ, ഇയർ റെന്റൽ അല്ലേ, അരിയേഴ്സ് ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ലീസ് 5% ആണ്. ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് ബിഫോർ ദി ഇനീഷ്യൽ പേയ്മെന്റ്, ഇനീഷ്യൽ പേയ്മെന്റ് പേ ചെയ്യുന്നതിന് മുമ്പത്തെ ലീസ് പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 75 million ആണ്. അപ്പൊ ആ ഒരു ടേം ആണ് നമ്മളെ ചില സമയത്ത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. ഇത് ദ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്. നമുക്കറിയാം ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കല്? ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കല് എങ്ങനെയാണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സിലാണ് നമ്മൾ ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നത്. അല്ലേ? അപ്പൊ എത്ര ഓപ്പണിംഗ് ബാലൻസ് വരിക? ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് വരിക? 75 ആണോ? അല്ല, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ആണ് നമ്മൾ ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കല്. അപ്പൊ അത് 69 million ആണ്. ഓപ്പണിംഗ് ബാലൻസ് 69 million ആണ്. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കല് ACM മോഡലിലാണ്. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കല് ACM മോഡലിലാണ്. ബിഫോർ എന്ന് പറഞ്ഞാൽ അതായത് ദ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ് ഓൺ 1st January 2006 ബിഫോർ ദി ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ ആണത്. ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ ആണ് എത്ര? 75. അപ്പൊ അത് കൊടുത്താൽ 69. ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ് ആണ്. കൊടുക്കാൻ ബാക്കിയുള്ള ലീസ് പേയ്മെന്റ് ആണ് ലീസ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. ആൻഡ് നമ്മൾ ഇവിടെ ടേബിൾ വരയ്ക്കാൻ പോകുന്നത് അരിയേഴ്സിന്റെ ടേബിൾ ആണ്. ആൻഡ് ടേബിൾ എത്ര വർഷത്തേക്ക് വരയ്ക്കണം? 2 വർഷത്തേക്ക് വരയ്ക്കണം ടേബിള്. റേറ്റ് ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 5%, റെന്റ് 12 million ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആവുക. അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നത് 5% ആണ്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഫൈനാൻസ് കോസ്റ്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഓക്കെ അല്ലേ? അല്ലെന്നെ ഓക്കെ അല്ലേ? ഷെയറാണ് അത് കിട്ടി. അപ്പൊ ഇതിൽ ട്വിസ്റ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നിങ്ങൾ 75 എടുത്ത ഉത്തരം തെറ്റും. ഓപ്പണിംഗ് ബാലൻസ് 69 ആണ് എടുക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്തതാണോ? ഇതൊരു MCQ ആണ്. ക്ലോക്കൻ. ഇതൊക്കെ റീസെന്റ് എക്സാംസിലെ ചോദ്യങ്ങളാണ്. ചെയ്തിട്ടുണ്ടാവുമോ? ചെയ്തിട്ടുണ്ടാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യല്ലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിനാരിയോ വായിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തിയറി ചോദ്യമാണ്. സിനാരിയോ വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഉത്തരം കണ്ടുപിടിക്കാം. ഒന്ന് പറഞ്ഞേ. ഒരു കോൺട്രാക്ട് എപ്പോഴാണ് ലീസ് ആവുക? വെരി ഗുഡ്. ഒരു കോൺട്രാക്ട് എപ്പോഴാണ് ലീസ് ആവുക? ഇല്ല, എന്താണ്? റൈറ്റ് ടു
കൺട്രോൾ ദി യൂസ് ഓഫ് എൻ അസറ്റും വേണം, പീരീഡ് ഓഫ് ടൈമും വേണം. ബി ആൻഡ് സി. വെരി ഗുഡ്, വെരി ഗുഡ്. 2 മാർക്സ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? 31 മാർച്ച് 2006 SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, 31 മാർച്ച് 2006 SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്നുള്ളതാണ് ചോദ്യം. 31 മാർച്ച് 2006 സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്? എന്തിൻ്റെത്? പ്ലാന്റിന്റെ. ഇതാണ് പ്ലാന്റ്. ഈ പറയുന്ന എല്ലാ ലീസും സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ 2004ലാണ്. ഈ പറയുന്ന എല്ലാ ലീസും സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ 2004ലാണ്. നമ്മളുടെ അടുത്ത് എപ്പോഴത്തെ ഫൈനാൻസ് കോസ്റ്റ് ആണ് ചോദിക്കുന്നത്? 31 മാർച്ച് 2006 അതാണ് ചോദിക്കുന്നത്. അതായത് എത്ര വർഷമായി ആ ഒരു അസറ്റ് ലീസിന് എടുത്തിട്ട്? 2 വർഷം. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, പ്ലാന്റിന്റെ. ഒന്ന് കണ്ടുപിടിച്ചേ. ചേട്ടത് നമ്മളിപ്പോ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പൊ ചെയ്ത സെയിം പാറ്റേൺ അല്ലേ? ഈസി പിക്കിങ്സ്. ഞാൻ ഈ ചോദ്യം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ഡേറ്റ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എന്ത് തീരുമാനിച്ച്? ഇത് 2 years ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞോ, എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ്? ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? ഇതാണോ? അല്ല, അതിൽ നമ്മൾ ആ 40,000 മൈനസ് ചെയ്യണം അല്ലെ? ഓൾറെഡി കൊടുത്ത പേയ്മെന്റ്സ് ലാബിലിറ്റി കമ്പ്യൂട്ടേഷന് വരില്ല. ഇൻസ്റ്റഡ് ഇത് നമ്മൾ എസറ്റിന്റെ കൂടെ ആഡ് ചെയ്യലാണ്. ഞാനിവിടെ അരിയേഴ്സിന്റെ ടേബിൾ വരയ്ക്കുന്നത് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെന്റൽസ് ഒക്കെ കൊടുക്കുന്നത് 31 മാർച്ചിനാണെന്ന് പറയുന്നു. ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആവുക. ഇതിന്റെ മുകളിൽ 11%. അറൗണ്ട് ടു ദി നിയറസ്റ്റ് 1000 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അറൗണ്ട് ടു ദി നിയറസ്റ്റ് 1000 എന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ 37,000 3 പൂജ്യം 1 2 3 ഇതാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. ഇതല്ലേ നമ്മൾ റൗണ്ട് ചെയ്യേണ്ടി വരിക? തൗസൻഡ് ആക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ 1000 ആക്കാം. ഡിവൈഡഡ് ബൈ 1000. 38 ഉത്തരം.
അത് 38 കൊടുക്കേണ്ടി വരിക. ടു ദി നിയറസ്റ്റ് 1000 എന്ന് പറഞ്ഞുകൊണ്ട്. മുപ്പത്തെട്ടായിരം അല്ല, 38. ഓക്കെ അല്ലേ? 3 സീറോസ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പെട്ടെന്ന് പറയാൻ പറ്റും. എപ്പാണ് എക്സംഷൻസ് എടുക്കാം? എപ്പാണ് എക്സംഷൻസ് എടുക്കാൻ പറ്റില്ലേ? ഒന്നിക്കൽ ലോ വാല്യൂ ആവണം, അല്ലെങ്കിൽ ഷോർട്ട് ലൈഫ് ആവണം. ഈ രണ്ട് സിറ്റുവേഷൻസിൽ മാത്രമേ എക്സംഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. വേറെ സിനാരിയോസ് ഒന്നും ഇവർ പറയുന്നില്ല. ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്. ഇങ്ങനത്തെ ഒരു പോയിന്റ് ഒന്നും സെക്കൻഡ് സെന്റൻസിൽ അങ്ങനത്തെ ഒരു പോയിന്റ് ഒന്നും എവിടെയും പറയുന്നില്ല അല്ലെ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. നാലാമത്തെ ചോദ്യത്തില് ദ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് ഫോർ ടേബിൾഡ് ഡിവൈസസ് ആർ 16,000 ഈച്ച്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാർച്ച് 2005 എത്ര ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അറൌണ്ട് ടു ദി നിയറസ്റ്റ് 1000. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ABCD നമുക്ക് തന്നിട്ടുണ്ട്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് 16,000 ഈച്ച് ആണ്. ഈ ടേബിൾഡ് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോ വാല്യൂ അസറ്റ് ആയിരിക്കും. അപ്പൊ സിംപ്ലിഫൈഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കാണിക്കുക. റെന്റൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇനി എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അസറ്റ് ആവും, പേയ്മെന്റ് പോയിട്ടില്ലെങ്കിൽ ലയബിലിറ്റി ആവും. അപ്പൊ 31st മാർച്ച് 2005 എത്ര ലയബിലിറ്റി ഉണ്ട് ടേബിൾ ഡിവൈസിന് എന്നുള്ളതാണ് നമ്മളടുത്ത് പറയുന്നത്. ഉത്തരം പറഞ്ഞേ. 31st മാർച്ച് 2006 SOFP പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ലയബിലിറ്റി? എത്രയാണ് ലയബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. അല്ലെ? എത്രയാണ് ഈ ഒരു ആൻസർ എനിക്ക് പറഞ്ഞു തരണേ ചാറ്റ് ബോക്സിൽ. എത്രയാണ് ഈ അസറ്റിന്റെ ഫെയർ വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ലീസ്റ്റ് ടേം 3 years ആണ്. ആൻഡ് ടോട്ടൽ റെന്റൽ അപ്പം വരിക 16,000 into 3 ആണ്. 16,000 into 3 ആണ് ടോട്ടൽ റെന്റൽ. അതാണ് ടോട്ടൽ റെന്റൽ അല്ലെ? അപ്പൊ ഓരോ വർഷവും റെന്റൽ വരുന്നത് 16,000. അതായത് മറ്റേ ഓരോ വർഷവും റെന്റൽ എക്സ്പെൻസ് വരുന്നത്, റെന്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞേ, ഓക്കെ, ഓരോ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓരോ വർഷവും 16,000 ഈച്ച് ആണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓരോ വർഷവും എത്രയാണ്? 16,000 ഈച്ച് ആണ്. അങ്ങനെ മൊത്തം 3 വർഷത്തേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേയ്മെന്റ് എത്രയാണ്? 48,000 ആണ് വരുന്നത്. 48,000 ആണ് മൊത്തം എന്താണ് ഇതിലേക്ക് വരുന്നത്. ആൻഡ് ഇവര് ഡേറ്റ് നോക്കുവാണെങ്കിൽ 1st April 2004 ലീസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? 31st March 2005 ചോദിക്കുന്നത് അല്ലെ? 31st March 2005 ചോദിക്കുന്നത്.
അതായത് സംഭവം ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ 31 മാർച്ച് 2006 അല്ല, 31 മാർച്ച് 2005 SOFP എത്ര ലാബിലിറ്റി വരുന്നുണ്ടെന്നാണ് നമ്മുടെ ചോദിക്കുന്നത്. ഈ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസസ് ഇൻകേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ ലാബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഇപ്പോ നമുക്ക് പെർ ഇയർ എക്സ്പെൻസ് വരിക 16,000. ഓരോ വർഷവും 16 എന്ന് പറഞ്ഞാൽ പെർ ഇയർ എക്സ്പെൻസ് വരിക 16 ആണ്. അപ്പൊ ഫസ്റ്റ് ഇയർ എക്സ്പെൻസ് 16 അത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബിലിറ്റി 0 ആണ്. പേ ചെയ്തില്ലെങ്കിൽ അവിടെ പേ ചെയ്യാത്ത എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലയബിലിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എത്രയായിരിക്കും? എത്രയായിരിക്കും എമൗണ്ട്? ഫസ്റ്റ് 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്യപ്പോഴാണ്? ടു ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്ത് ഇക്വൽ എന്തെങ്കിലും പേയ്മെന്റ് പോകുന്നുണ്ടോ? What liability should be reported on the SOFP asset 30% regarding the device? ആണ് കൺഫ്യൂസിങ്. The of first of the 2 annual installments. ആദ്യത്തെ സെന്റൻസ് കേട്ടാ. ഓക്കെ, ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 16,000 ആണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 16,000 ആണ്. മൊത്തം എത്ര ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്? മൊത്തം എത്ര ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്? 2. 2 ഉള്ളൂ. ഞാനും കുറച്ച് അടങ്ങാറായി അത് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് നോക്കിയേ, ഫസ്റ്റ് ഓഫ് ദി 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ്. 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുക അടുത്ത കൊല്ലാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായത്? മനസ്സിലായത്? 2 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സിൽ ഫസ്റ്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുക അടുത്ത വർഷമാണ്. ഇപ്പൊ ഈ വർഷം ഒന്നും പേ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെന്റില് 32,000 ആണ്. അങ്ങനെയാണെങ്കിൽ പെർ ഇയർ എക്സ്പെൻസ് എത്രയാ വരിക? നമുക്ക് ലീസിന്റെ ട്രീറ്റ്മെന്റ് ഓർമ്മയില്ലേ? ഷോർട്ട് ലൈഫ്, ലോ വാല്യൂ. എത്ര വരിക? 32,000 ഡിവൈഡഡ് ബൈ ലീസ് ടേം 3.
ഇതാണ് ഒരു വർഷത്തെ എക്സ്പെൻസ് വരിക. ഇതാണ് നമ്മൾ എസ് ഒ പിയിലെ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കുക. ഇത് ഈ വർഷം പേ ചെയ്യുന്നുണ്ടോ? ഇതാണ് എസ് ഒ പിയിൽ നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കുക. സോറി, എസ് ഒ പിയിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക, റെന്റൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. അത് ഇക്കൊല്ലം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇക്കൊല്ലം ഒരു പേയ്മെന്റും കൊടുക്കുന്നില്ല. അപ്പൊ ഇക്കൊല്ലത്തെ എക്സ്പെൻസ് പേ ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എസ് ഒ എഫ് പിയിൽ എന്തായിട്ട് കാണിക്കണം? ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഓക്കെ ആണോ ഇത്? ഞാൻ ഓക്കെ ആണോ? ഞാനും 3 ഇയേഴ്സ് ആണെന്ന് വിചാരിച്ചേ. 3 ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പലരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്, 16,000 ആയിരിക്കും ഉത്തരം. പക്ഷേ ഇവിടെ 3 ഇൻസ്റ്റാൾമെന്റ്സ് ഇല്ല, 2 ഇൻസ്റ്റാൾമെന്റ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊത്തം റെന്റൽ 32,000 ആണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ എസ് ഒ പി എല്ലിലെ എക്രൂവൽ കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 3 വർഷത്തേക്കുള്ള റെന്റലാണ് 32. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള റെന്റൽ എക്സ്പെൻസ് നമ്മൾ പി എൽ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഈ എമൗണ്ട് കൊടുക്കുന്നില്ല, അടുത്ത കൊല്ലം കൊടുക്കുന്നുള്ളൂ. സോ എക്സ്പെൻസ് ഇൻകേർഡ് ആയിട്ട് അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് എന്തായിട്ട് കാണിക്കുക? ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഓക്കെ ആണോ അത്? ഓക്കെ അല്ലേ? വാല്യൂ അസറ്റ് ഒന്നല്ല എക്സ്പെൻസ് ആവുക. അത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. ഇത് അസറ്റിന്റെ ഫെയർ വാല്യൂ 26 നിങ്ങളെ പറ്റിക്കാൻ തന്നതാണ്. അതൊന്ന് നോക്കുക തന്നെ വേണ്ട. നീ പറ്റിപ്പോയി അല്ലേ ശ്രേയ? എന്നെ പറ്റിച്ചോറ്. അങ്ങനെ പറ്റരുത് കേട്ടാ. നോക്കുക തന്നെ. ഓക്കെ, എന്താണ് റിക്വയർമെന്റ്? ഇത് സെയിൽ ആണെങ്കിൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടി എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സെയിൽ ആണെങ്കിൽ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആയിരിക്കും. സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ഗെയിൻ ഓൺ സെയിൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഗെയിൻ ഓൺ സെയിൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ടോട്ടൽ ഗെയിൻ ഇൻടു ഫെയർ വാല്യൂ മൈനസ് ലീസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാ? ഗെയിൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാ? എന്നാ ഗെയിൻ ഒന്ന് കണ്ടുപിടിച്ചേ. ഒന്ന് ഗെയിൻ കണ്ടുപിടിച്ചേ. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. Yeah.
റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 90,000. അത് കിട്ടിയിട്ടുണ്ടാ? ടോട്ടൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിച്ചേ? ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് വാല്യൂ. ലീസ് ലാബിലിറ്റി എങ്ങനെ കണ്ടുപിടിച്ചേ? പ്രസന്റ് വാല്യൂ ഓഫ് റെന്റൽസ്. രണ്ട് 1.6 ആണ്. അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആനുറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണോ അത്? ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഞാൻ എന്താ മനസ്സിലാക്കേണ്ട കമാലെ? കമാലാണല്ലോ. ഏത് ഇക്വേഷൻ ഏതാ? ഏത് ഇക്വേഷൻ ആ അതല്ല. ഓക്കെ ഓക്കെ എനിക്ക് ഓക്കെ. മനസ്സിലായി. എനിക്ക് ഏത് ഇക്വേഷൻ ചോദിച്ചു. ഈ കാണുന്നത് ആ ഓക്കെ, മനസ്സിലായോ? ഇതൊരു സിമ്പിൾ ചോദ്യമാണ് അല്ലെ? വലിയ ബുദ്ധിമുട്ടില്ല. ഇതിന്റെ ഉത്തരം എന്താ പറഞ്ഞേ? ഇതിന്റെ ഉത്തരം which two of the following statements are correct? Which two of the following statements are correct? ഏതാണ്?
എ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. എന്തുകൊണ്ട്? അത് കാണിക്കണം എന്ന് എന്തില്ല, നിർബന്ധമില്ല. നമുക്കൊരു നമുക്കൊരു ചോയ്സ് ഇരുന്നതാണ്, നമുക്കൊരു സിംപ്ലിഫൈഡ് ട്രീറ്റ്മെന്റിനുള്ള ചോയ്സ് ഇരുന്നതാണ്. ലോ വാല്യൂ അസറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 12 months ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിംപ്ലിഫൈഡ് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മസ്റ്റ് എന്ന് പറയുന്ന ടേം ആണ് അവിടെ പ്രശ്നമാക്കിയത്. ഓക്കെ അല്ലേ? അത് ഒന്നാമത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മേ ബി അതൊക്കെ, മസ്റ്റ് ബി ക്ലിയർ ആണത്? Fraser company can apply the exemption for low value underlying assets to all its new lease. ഇത് ലീസ് ബൈ ലീസ് ബേസിസിലാണ് നമ്മൾ ചെയ്യല്. ലോ വാല്യൂ അസറ്റ് അല്ലെ, എല്ലാം ഒരുമിച്ചിട്ട് ലോ വാല്യൂ ആണോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കലല്ല. അത് എന്തിൽ ചെയ്യലാണ്? അത് ലീസ് ബൈ ലീസ് ബേസിസിലാണ് ചെയ്യല്. അപ്പം ഇത് ഫോൾസ് ആണ്. ഇതെന്താണ്? ട്രൂ ആണ്. അല്ലത് ഓക്കെ അല്ലേ? ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലീസ് അവസാനിപ്പിക്കാം. 3 minutes.
എടാ ഇതിന്റെ ഉത്തരം കിട്ടിയില്ല. 155 കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ ചെയ്യണോ 155 ചെയ്യണോ? നമ്മൾ നേരത്തെ ചെയ്ത മൂന്നാമത്തെ ചോദ്യമാണ് സിമിലർ രീതിയിൽ വരുന്നത് അല്ലെ. ഇത് പക്ഷേ ടേബിൾ ഒരു വർഷത്തേക്ക് വരച്ചാൽ മതി. വൺ ഫിഫ്റ്റി ഫൈവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ചെയ്യണോ? ഇത് അഡ്വാൻസ് ആണ്. ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓൾറെഡി പേ ചെയ്തത് കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം എന്നില്ല. തൗസൻഡ്സിൽ ചെയ്യും. ടു ദി നിയറസ്റ്റ് 1000 എന്ന് പറഞ്ഞതുകൊണ്ട് 155 എടുത്താൽ മതി. ഓക്കെ അല്ലേ?
ചെറിയൊരു അർജന്റ് മാറ്റർ വന്നുപോയി, അതാണ് സോറി. നമുക്ക് ബാക്കി നാളെ ഉച്ചക്ക് നോക്കിയാലോ? ചെറിയൊരു ഇത് വന്നുപോയി. ഓക്കെ സാർ. നമുക്ക് എന്തായാലും ഇന്ന് സ്റ്റാൻഡേർഡ് ബാക്കി നോക്കി എഫ് എസ് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഒരു സ്റ്റാൻഡേർഡ് കൂടി നോക്കേണ്ട ടൈം എന്തായാലും ഉണ്ടാവുള്ളൂ. സോ നാളെ ഒരു 2 o'clock പിടിക്കാം നമുക്ക്. ഒരു 2 to 4 നമുക്ക് ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സ് നോക്കി ഒരു എഫ് എസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.